പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, മഹാന്മാരുടെ പേര് പോലെ നിൻ്റെ പേർ വലുതാക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്ക്. ഇന്നത്തെ വേദന നിൻ്റെ തകർച്ചയ്ക്കല്ല, നിൻ്റെ പേർ വലുതാക്കാൻ വേണ്ടിയാണ്. അതേ പ്രിയരെ, നിൻ്റെ പേർ വലുതാക്കുന്ന, മഹാന്മാരുടെ പേര് പോലെ നിൻ്റെ പേർ വലുതാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ ശൂന്യതകൾ ഒന്നും തകർച്ചയ്ക്കല്ല, ദൈവിക മാന്യത നിൻ്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഞാൻ നല്ലൊരു പ്രഭാതവന്ദനം ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ ദൈവിക സന്ദേശവുമാണ് നിങ്ങളുടെ മുൻപിൽ ഈ പ്രഭാതത്തിലും കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് തുടർമാനമുള്ള ഈ ചിന്തകളെല്ലാം, ഈ പ്രഭാത സന്ദേശമെല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ പകലും ദൈവാത്മാവ് തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് ഞാൻ കൈമാറട്ടെ. പ്രിയരെ, 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുൻപിൽ നിന്ന് ഛേദിച്ചു കളയുകയും നിന്നെ ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ നിൻ്റെ പേർ വലുതാക്കുകയും ചെയ്യും. പ്രിയരെ, ഈ പ്രഭാതത്തിനകത്ത് ഒരു പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളോട് ഈ ദൂതിങ്ങനെ കൈമാറുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി ഒറ്റപ്പെട്ടവരായിരിക്കാം, ഒത്തിരി വേദന അനുഭവിച്ചവരായിരിക്കാം, ഒത്തിരി ഞെരുങ്ങുന്നവരായിരിക്കാം. ഒന്ന് ലിഫ്റ്റ് ചെയ്യാനോ ഒരു സപ്പോർട്ടിൻ്റെ നല്ലൊരു വാക്ക് പറയാൻ ആരും നിൻ്റെ കൂടെ കാണില്ല. ഒരുപക്ഷെ നിൻ്റെ കുടുംബക്കാരിൽ വെച്ച് ഏറ്റവും വേദന അനുഭവിച്ചത്, ഏറ്റവും ഒറ്റപ്പെട്ടത്, ഏറ്റവും തകർന്നത്, പലരും നിന്നെ ഉപേക്ഷിച്ച് കാണും. വേദന അനുഭവിച്ച വ്യക്തികളിൽ നീ ആയിരിക്കാം ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാം കേട്ടോ, ആർക്കുമില്ലാത്ത വേദന നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്തൊരു ഒറ്റപ്പെടൽ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചേർത്ത് നിർത്തേണ്ട പലരും നിന്നെ മറന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. അതിൻ്റെ പിന്നിലും ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഇവിടെ 2 ശമൂവേലിൻ്റെ പുസ്തകം നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: നീ സഞ്ചരിച്ചു വന്ന സകലയിടത്തും നിന്നെ ശത്രുക്കളെ ഛേദിച്ച് അവരുടെ മുൻപിൽ മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിൻ്റെ പേർ വലുതാക്കും. ഈ സന്ദർഭം ദാവീദ് രാജാവുമായുള്ള ബന്ധത്തിൽ, ഇസ്രായേലിന് 2ാമത്തെ രാജാവായ ദാവീദിൻ്റെ ചരിത്രവുമായുള്ള ബന്ധത്തിൽ, ദാവീദിൻ്റെ ഉറ്റ സ്നേഹിതനാണ്, കൊട്ടാരത്തിൻ്റെ പ്രവാചകനാണ് നാഥാൻ. നാഥാനോട് ദാവീദിൻ്റെ ഇന്നലകളെക്കുറിച്ച് ദൈവം സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ നാം വായിച്ച വാക്യത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദാവീദ് സഞ്ചരിച്ച് വന്ന പാതകളിലെല്ലാം ദൈവം അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ ശത്രുക്കളെ അവൻ്റെ മുൻപിൽ നിന്ന് ഛേദിച്ചു. ഈ പ്രഭാതത്തിലും ഒരുപക്ഷെ സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരായിരിക്കാം. ദാവീദ് സഞ്ചരിച്ചു വന്ന സാഹചര്യം എന്താ പ്രിയരെ? അവൻ സഞ്ചരിച്ചു വന്ന സാഹചര്യം വനാന്തരമല്ലേ? അവൻ സഞ്ചരിച്ചു വന്ന സാഹചര്യം അപ്പനും അമ്മയും പോലും അവനെ ഉപേക്ഷിച്ച് കളഞ്ഞ സാഹചര്യമല്ലേ? സ്വന്തം സഹോദരന്മാർ 8ാമത് ഇങ്ങനൊരു അനുജനുണ്ടെന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമല്ലേ? ഈ സാഹചര്യങ്ങളിലല്ലേ ദാവീദ് സഞ്ചരിച്ചു വന്നത്? ഈ വഴികളിലൂടെയല്ലേ ദാവീദ് സഞ്ചരിച്ചു വന്നത്? ഈ പ്രഭാതത്തിൽ ഞാനിങ്ങനെ പറയാം പ്രിയരെ, നീ സഞ്ചരിച്ചു വന്ന പാതകളിൽ ആശ്രയിക്കാൻ നിനക്കാരുമുണ്ടായില്ലേലും, നിന്റെ ഹൃദയം മനസ്സിലാക്കാൻ ഒരു വ്യക്തിയും നിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിലും ഒരു ദൈവം നിൻ്റെ കൂടെ സഞ്ചരിച്ച് വന്നിട്ടുണ്ട്.
ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നീ സഞ്ചരിച്ച വേദനാജനകമായ മേഖലകൾക്കകത്തെല്ലാം ദൈവിക സാന്നിധ്യം നിൻ്റെ കൂടെ ചലിച്ചിട്ടുണ്ട്. ദൈവിക കരുതൽ നിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞ് നീ ഒറ്റയ്ക്കാണെന്ന്? ആരാ പറഞ്ഞ് നീ അനാഥനാണെന്ന്? ആരാ പറഞ്ഞ് നിനക്ക് ആരുമില്ലെന്ന്? ദാവീദിൻ്റെ അക്ഷരീരമായ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതമോട് ആകമാനം നാം ഒന്ന് കീറി പരിശോധിച്ച് കഴിഞ്ഞാൽ വനാന്തരത്തിൽ ആരാ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നേ? അവൻ്റെ ജീവിതത്തിനകത്ത് വന്ന ഓട്ടങ്ങൾക്കകത്ത് അവൻ ഒത്തിരി തവണ ശത്രുക്കളുടെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതായി കാണാൻ കഴിയുന്നു. സ്വന്തം അമ്മായിയപ്പൻ പോലും ഒരു ശത്രുവായി കണ്ട് ദാവീദിനെ തകർത്തു കളയാൻ പദ്ധതിയിട്ടപ്പോൾ എന്തിനേറെ അഭിഷേകം വീണ ദാവീദ്, രാജകൊട്ടാരത്തിനകത്തിരുന്ന ദാവീദ്, രാജാവായി വാണുകൊണ്ടിരുന്ന ദാവീദ്, രാജസിംഹാസനത്തിനകത്ത് നാളുകൾ ദൈവരാജ്യത്തിന് വേണ്ടി ജനത്തെ ഭരിച്ച ദാവീദ്, രാജസിംഹാസനം നേടാൻ വേണ്ടി സ്വന്തം മകനായ അബ്ശാലോം പോലും സ്വന്തം അപ്പനെ തകർത്തു കളയാൻ പദ്ധതിയിട്ടപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഒരു ബുദ്ധിഭ്രമം നടിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾക്കകത്തല്ല ഒരു മകൻ്റെ മുൻപിൽ എങ്ങനെയാണ് ഒരു അപ്പന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഭ്രാന്തനായി അഭിനയിക്കാൻ കഴിയുക? അതുപോലും ദാവീദിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടപ്പോഴും വചനം പറയുന്നു, നാഥാനോട് യഹോവ പറയുന്നതുണ്ട്, നാഥാനെ നീ അവനോട് പോയി പറ, അവൻ സഞ്ചരിച്ചു വന്ന പാതകളിലെല്ലാം ഞാൻ അവൻ്റെ കൂടെ ഇരുന്നു. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വ്യക്തിയെ, കൂടപ്പിറപ്പേ, സ്നേഹിത, ഇന്ന് പകൽക്കാലം മാതാവേ, പിതാവേ, നീ സഞ്ചരിച്ചു വന്ന സകല വനാന്തരത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്തും നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഈ പകൽക്കാലം പ്രശ്നങ്ങളുടെ നടുവിൽ ആരെയും നീ കാണുന്നില്ലേലും, ഒരു വ്യക്തി പോലും നിനക്ക് അഭയം തേടാൻ ഒരു വ്യക്തി പോലും ഉലകത്തിലില്ലേലും ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നീ കാണാത്ത മണ്ഡലത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ചലനങ്ങളുണ്ട്. നീ കാണാത്ത വഴികൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഒരു ഉറപ്പ് ഞാൻ പറയാം കേട്ടോ, ഈ പ്രഭാതത്തിലും ഈ ദിവസവും ജീവനുള്ള ദേശത്ത് ശേഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പറയണം, സഞ്ചരിച്ച വന്ന പാതകളിലല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ സഞ്ചരിച്ചു വന്ന പാതകളിലെല്ലാം ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം തകർന്നു പോകാത്തത്, നാം ഉടഞ്ഞു പോകാത്തത്, നാം തീർന്നു പോകാത്തത്, നമ്മുടെ ജീവിതം അവസാനിച്ചു പോകാത്തത്. ഈ കൂരിരുണ്ട താഴ്വരയിലും ദാവീദ് പറയുന്നത് അതുകൊണ്ടാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നീ സഞ്ചരിച്ചു വന്ന പാതകളിലെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ഉറപ്പുണ്ട്? ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകൾക്കകത്തെല്ലാം, വേദനകൾക്കകത്തെല്ലാം, ഞെരുക്കങ്ങൾക്കകത്തെല്ലാം, ശൂന്യതകൾക്കകത്തെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്തിനാ കൂടെ ഇരുന്നതെന്നറിയാമോ? അവൻ്റെ ശത്രുക്കളെ അവൻ്റെ മുൻപിൽ നിന്ന് ഛേദിക്കാൻ വേണ്ടി. പ്രിയരെ, ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നീ സഞ്ചരിച്ച് വന്ന പാതകളിലെല്ലാം ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പോലും അറിയാതെ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ ദൈവം ഛേദിച്ച് കളയും. അതുകൊണ്ടല്ലേ ദാവീദ് ഒരു സങ്കീർത്തനത്തിനകത്ത് പാടുന്നത്, ദുഷ്ടന്മാർ തഴച്ചിരിക്കുന്നത് ഞാൻ കണ്ടു, എനിക്കെതിരെ ദുഷ്ടത ചെയ്തവർ ഒരു വൃക്ഷം എങ്ങനെയാണോ തഴച്ചു വളരുന്നത് അതുപോലെ വളർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതേ ദാവീദ് അടുത്ത പദം പറയുക, പിന്നത്തേലോ ഞാൻ ആ വഴി പോയപ്പോൾ അവരെ കണ്ടില്ല. എന്തുകൊണ്ടാ? തഴച്ചിരുന്ന ദുഷ്ടന്മാരെ പിന്നെ അതേ വഴിയിൽ ദാവീദ് പോയപ്പോൾ അവരെ കാണാത്തത്. അവിടെയാ ഈ വാക്കിന് പ്രാധാന്യം. നീ സഞ്ചരിച്ചു വന്ന പാതകളിലെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഇരുന്നു ദാവീദേ, നിൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ച് കളഞ്ഞു. ഇന്ന് പകൽക്കാലം നിൻ്റെ ശത്രു നിന്നെക്കാളും പ്രബലനായിരിക്കാം, നിന്നെക്കാൾ സമ്പന്നനോ ആരോഗ്യമോ ഈ ലോകപരമായി എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും അവൻ്റെ ജീവിതത്തിൽ കണ്ടേക്കാം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, നീ പോലും അറിയാതെ ദൈവം ചിലതിനെ ഛേദിക്കും. നിൻ്റെ കണ്ണ് അവരെ കാണാൻ നോക്കും, പക്ഷെ നീ അവരെ കാണത്തില്ല. നീ അവരെ കാണത്തില്ല. വിശ്വസിക്ക്,
നിൻ്റെ ശത്രുക്കളെ എൻ്റെ ദൈവം ചിതറിച്ച് കളയും. ഈ പ്രഭാതത്തിൽ നിനക്കെതിരെ നിൽക്കുന്ന ചില വ്യക്തികളെ എൻ്റെ ദൈവം ചിതറിച്ച് കളയും. നിൻ്റെ കൂടാരത്തിനകത്തൊരു ദൈവിക സമാധാനം വെളിപ്പെടും. ഒരു ദൈവിക ഫേവർ നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവമഹത്വം നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അവിടം കൊണ്ടും തീർന്നില്ല കേട്ടോ. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾ നിനക്ക് വനാന്തരം നൽകിയാലും ദാവീദേ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മഹാന്മാരുടെ പേരിൻ്റെ കൂടെ നിൻ്റെ പേരും വലുതാക്കും. വിശ്വസിക്കാൻ കഴിയുമോ? ഒരു പക്ഷെ ഒരു ചെറ്റപ്പുരയ്ക്കകത്തായിരിക്കാൻ കിടക്കുന്നത്. ഒരു നന്മയും നിൻ്റെ കൂടാരത്തിനകത്ത് കാണില്ല. നിൻ്റെ മക്കൾക്ക് നല്ലൊരു ആഹാരം കൊടുക്കാനോ നല്ലൊരു വസ്ത്രം കൊടുക്കാനോ, ഒരു നന്നായി ഒന്ന് സ്കൂളിൽ പറഞ്ഞു വിടാൻ പോലും ഒരു സാഹചര്യം കാണില്ല. പക്ഷെ വിശ്വസിക്ക്, ഈ കർത്താവ് നിൻ്റെ തലമുറയുടെ കൂടെ ഇരുന്നാൽ മഹാന്മാരുടെ പേരിൻ്റെ കൂടെ നിൻ്റെ തലമുറയുടെ പേരും വലുതാകും. അർത്ഥം, മഹാന്മാരുടെ പേര് എഴുതിയ ഇടത്ത് ദൈവം നിൻ്റെ തലമുറയുടെയും പേരെഴുതും. മഹാന്മാരുടെ കൂടെ നിൻ്റെ തലമുറയെ ദൈവം മാനിക്കും. എങ്ങനെയാണോ പ്രഭുക്കന്മാരുടെ പേര് ഓരോ തലമുറയിലും ഉയർന്നു നിൽക്കുന്നത്, അതുപോലെ നിൻ്റെ തലമുറയുടെ പേർ എൻ്റെ ദൈവം വലുതാക്കും. നിൻ്റെ മിനിസ്ട്രിയുടെ പേർ വലുതാക്കും. നിൻ്റെ കുടുംബത്തിൻ്റെ പേർ വലുതാക്കും. നിൻ്റെ തലമുറയുടെ പേർ വലുതാക്കും. നിൻ്റെ പേർ വലുതാക്കും. വിശ്വസിക്ക്. എന്തിനായി ഈ ആകുലത? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒറ്റപ്പെടലുകൾ, ഈ അവഗണനകൾ, ഈ ശോധനകൾ, പലരും നമ്മെ മറന്നത്, പലരും നമ്മെ ഉപേക്ഷിച്ചത്, പലരും നമ്മെ മാറ്റി നിർത്തിയത്, പലരും നമ്മെ വെട്ടിവീഴ്ത്തിയത്, പലരും നമ്മെ തകർക്കാൻ ശ്രമിച്ചത്, ഇന്ന് പകൽക്കാലം നാളെയുടനീളയിൽ നിനക്ക് പറയാൻ കഴിയും, പ്രഭുക്കന്മാരുടെ പേര് പോലെ നിൻ്റെ പേർ വലുതാക്കാൻ വേണ്ടിയാണ്. പ്രഭുക്കന്മാരുടെ പേരിൻ്റെ പോലെ നിൻ്റെ പേരും ദൈവം വലുതാക്കാൻ വേണ്ടിയാ ചിലരെ നിൻ്റെ ജീവിതത്തിനകത്തുനിന്ന് വെട്ടിമാറ്റിയത്. ദാവീദെ കാട്ടിലൊതുങ്ങാനല്ല കേട്ടോ, ഇസ്രായേലിൻ്റെ രാജാവാക്കി അമ്മേ പ്രഭുക്കന്മാരുടെ പേരിനെ പോലെ ദൈവത്തിന് ദാവീദേ നിൻ്റെ പേരിൻ്റെ മുൻപിൽ ഒരു അമ്മ രാജാവെന്ന് എഴുതി ചേർക്കാൻ, കിങ് ഡേവിഡ് എന്ന് പറയാൻ, അമ്മ ദാവീദ് രാജാവെന്ന് പറയാൻ ആരോടൊക്കെ ആത്മാവി പകൽക്കാലം ഇടപെടുക. അർഹതയില്ലാത്ത വിദ്യാഭ്യാസം നൽകാൻ, അർഹതയില്ലാത്ത ഉപജീവനം നൽകാൻ, അർഹതയില്ലാത്ത മാന്യത നൽകാൻ ഈ പ്രഭാതത്തിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. സറണ്ടർ യുവർ ലൈഫ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുൻപാകെ നിന്റെ ജീവിതം സറണ്ടർ ചെയ്യേ. ദൈവം നിന്റെ പേർ വലുതാക്കട്ടെ. ശക്തന്മാരുടെ പ്രഭുക്കന്മാരുടെ കൂടെ നിന്റെ പേർ എഴുതിച്ചേർക്കട്ടെ. ഈ പകൽക്കാലം വിശ്വസിക്ക, നീ സഞ്ചരിച്ച് വന്ന പാതകളിൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കുക മാത്രമല്ല, അവൻ ശത്രുക്കളെ ഛേദിക്കുക മാത്രമല്ല, പ്രഭുക്കന്മാരുടെ പേര് പോലെ നിന്റെ പേരും വലുതാക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥന ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിച്ചോ. വലിയ വിടുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് ചലിക്കും. സ്വർഗമേ, ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഫേവർ ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. റൈഖാമാന ദുരഘടക കാട്ടിൽ കിടന്ന ഒരു ദാവീദിനെ കൊണ്ട് രാജസിംഹാസനത്തിലിരുന്നു. അപ്പനും അമ്മയും ഉപേക്ഷിച്ചവനെ അവൻ്റെ പേർ പ്രഭുക്കന്മാരുടെ പേര് പോലെ വലുതാക്കിയെങ്കിൽ ഈ നിമിഷം ആകുലതയോടെ ഭാരത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തിന് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേര് വലുതാകട്ടെ, അവരുടെ തലമുറകളുടെ പേര് വലുതാകട്ടെ, കുടുംബത്തിൻ്റെ മിനിസ്ട്രിയുടെ പേര് വലുതാകട്ടെ. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപാധികമായി വെളിപ്പെടട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക, നിൻ്റെ പേർ വലുതാകുന്ന ഒരു പകൽ വെളിപ്പെടും. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവിക മഹത്വം ഇറങ്ങുന്ന ഒരു പ്രഭാതമായി മാറും. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു
സംസാരിച്ചു എന്നുറപ്പുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോടും കൃത്യമായി ദൈവാത്മാവ് ഇടപെടും. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരുടെ കോളും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണം എന്നില്ല. എങ്കിലും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാം. ഞങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പകൽക്കാലം നിങ്ങളോട് ദൈവം ഇടപെട്ടെങ്കിൽ എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us സ്റ്റാർട്ട് അവർ ജേർണി വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ആമേൻ.